നടൻ വിശാലിൻ്റെ വാർത്തകളാണ് പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റെടുക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന് അസുഖമുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. വിശാലിന് എന്താണ് അസുഖം എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത്. എല്ലാ വർഷവും ചിത്തിര ഉത്സവത്തിൽ എത്തുന്ന വിശാൽ ഈ വർഷവും മുടങ്ങാതെ എത്തി. എന്നാൽ അതിനുശേഷമാണ് ആ സംഭവം അരങ്ങേറിയത്. ഇത്തവണ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത വിശാൽ ബോധരഹിതനായി വീണു പോവുകയായിരുന്നു. ബോധരഹിതനായ വിശാലിൻ്റെ മുഖത്ത് വെള്ളമൊഴിച്ചെങ്കിലും താരത്തിന് ബോധം വന്നില്ല. ഉടൻ സമീപത്തുള്ളവർ താരത്തിനെ താങ്ങി ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു. മുൻ DMK മന്ത്രി പൊന്മുടി വാഹനത്തിലാണ് വിശാലിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. രാഷ്ട്രീയമായി രണ്ട് ഭാഗങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ് വിശാലും പൊന്മുടിയും. വിശാലിന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നും ബോധക്ഷയത്തിൻ്റെ കാരണമൊന്നും വ്യക്തമല്ല. അമിതമായ ചൂടും വായു സഞ്ചാരത്തിൻ്റെ അഭാവവുമായിരിക്കാം താരത്തിന് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് പറയുന്നത്. ആദ്യമായല്ല പൊതുവേദി താരത്തെ ഇങ്ങനെ കാണുന്നത് എന്ന് ആരാധകർ പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. ഇതിനു മുമ്പ് താരത്തെ അവശനിലയിൽ കണ്ടിരുന്നു. മദകരാജയുടെ റിലീസുമായി ബന്ധപ്പെട്ടാണ് ഇതിനു മുമ്പ് താരത്തെ ഈ അവസ്ഥയിൽ കണ്ടത്. ആകെ തളർന്ന കണ്ണുകളും വിറയ്ക്കുന്ന കൈയും പരസഹായത്തോടു കൂടി അന്ന് വന്ന വിശാലിനെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. അത് സോഷ്യൽ മീഡിയ വലിയ ചർച്ചയാവുകയും ചെയ്തതാണ്. നിന്ന് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ചടങ്ങ് തീരുന്നത് വരെ വേദിയിലിരിക്കുകയായിരുന്നു നടൻ. മൈക്ക് പോലും പിടിക്കാൻ കഴിയാത്ത വിധം കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അന്ന് തീവ്രമായ പനി ഉണ്ടായത് കൊണ്ട് തന്നെ കൈകൾക്ക് വിറയുണ്ടായിരുന്നു എന്നതാണ് വിശാലിൻ്റെ പ്രതികരണം. തനിക്ക് മാരക രോഗമുണ്ടെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് വിശാൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴും വേദി തളർന്നു വീണത് കൊണ്ട് തന്നെ താരം അന്ന് പറഞ്ഞത് സംശയത്തോടു കൂടി നോക്കുകയാണ് ആരാധകർ. അന്ന് മുതൽ ഇന്ന് വരെ ഇതേ രീതിയിലാണ് വിശാൽ പൊതുവേദിയിൽ എത്താറുള്ളത്. വിശാലിന് എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്താറുണ്ട്.